കാണുന്ന ക്ലോത്ത് കൊണ്ട് ഇന്നൊരു കുഞ്ഞുടുപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലോത്തും അതേപോലെ തന്നെ ഈ ഒരു ക്ലോത്തും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ആ സെറ്റിന്റെ തുണിക്ക് ഒരു മീറ്ററും അതേപോലെ തന്നെ ഈ തുണിക്ക് ഞാനൊരു 1/2 മീറ്ററുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണിയുടെ കര ഇച്ചിരി വലുതായിരുന്നു. അപ്പം കുഞ്ഞുടുപ്പല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിന് അത്രത്തോളം കര വന്നു കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കരയൊക്കെ കുറച്ചിട്ടാണ് ഈ ഡ്രസ്സിൽ ചെയ്തേക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു ഉടുപ്പ് തന്നെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വേറെ വെറൈറ്റി ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ സ്ലീവ്സ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ ഫ്രില്ല് വെച്ചിട്ടുള്ള സ്ലീവ്സ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കരയ്ക്ക് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ മടക്കി വെച്ചിട്ട് അതിൻ്റെ കരയുടെ ലെങ്ത് ഒന്ന് കുറച്ചിട്ടാണ് ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫ്രിൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം പിറ്റേ ദിവസത്തെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ തലേന്നിരുന്നിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. അപ്പം അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നതും പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഫിനിഷിങ്ങിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഡ്രസ്സിൻ്റെ ഫൈനൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക. സൈഡിൽ ചെറിയൊരു ഓപ്പണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.